നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളല്ലേ ഗോട്ട്? ലിയോ മെസ്സിയോടാണ് ചോദ്യം. എന്ത് മറുപടി അദ്ദേഹം പറയും? എല്ലാവരും ഗോട്ട് ഗോട്ട് എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നു. കുറച്ച് ആളുകൾ നേരെ തിരിച്ച് മറ്റ് താരത്തിൻ്റെ പേര് പറയുന്നവരും ഉണ്ടാവാം. പക്ഷേ ലിയോ മെസ്സിയോട് തന്നെ ചോദിക്കുന്നു, നിങ്ങളല്ലേ ഗോട്ട്? അദ്ദേഹത്തിൻ്റെ മറുപടി നമ്മൾ നോക്കുകയാണ്. അതിനു മുമ്പ് ഇത് ഏറ്റവും പുതിയ ഇൻ്റർവ്യൂ ആണ്. അദ്ദേഹം NBC ന്യൂസിന് കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂ. അത് ഇന്നലെ രാത്രി ET സമയം 6:30 വൈകിട്ട് 6:30 പ്രസിദ്ധീകരിച്ചത്. നമുക്ക് ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെ 4 മണിക്ക് പ്രസിദ്ധീകരിച്ച ഏറ്റവും ലേറ്റസ്റ്റ് ഇൻ്റർവ്യൂ ആണ്. അതിൽ അദ്ദേഹം ഇതിന് പറയുന്ന മറുപടി നോക്കുകയാണ്. അദ്ദേഹത്തോട് ചോദിക്കുന്നു, യു ആർ ദി ഗോട്ട് റൈറ്റ്? എന്നിട്ട് പറയുകയാണ്, ഇനി മറ്റ് കളികളിൽ നിന്ന്, ഫുട്ബോളിൽ ഗോട്ട് നിങ്ങളാണ്, ശരിയല്ലേ? മറ്റ് കളികളിലുള്ള ഗോട്ടുമാരാരൊക്കെയാണ്? നിങ്ങൾ ഉറ്റുനോക്കുന്ന മറ്റ് കളികളിലെ ഗോട്ടുമാരാരാണ്? അതായത് ഫുട്ബോൾ അല്ലാത്ത മറ്റ് കളികളിലെ ഗോട്ട്സ് ആരാണെന്നാണ് ചോദ്യം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് മറഡോണയാണ് ഗ്രേറ്റസ്റ്റ് ഐഡൽ. അപ്പോൾ അദ്ദേഹമല്ലേ ഗോട്ട് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി മറഡോണയാണ് ഗ്രേറ്റസ്റ്റ് ഐഡൽ. അതുപോലെ സോഴ്സ് ഓഫ് അഡ്മിറേഷൻ ഫോർ എവറിത്തിങ് ഹി റെപ്രസെൻറ്റഡ്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് മറഡോണയാണ്. ഞാൻ വളരെ ചെറിയ പ്രായമായിരുന്നു മറഡോണയുടെ കളിയുടെ സമയത്ത്. ഒരുപാട് കളിയൊന്നും അദ്ദേഹം ലൈവായിട്ട് കളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അദ്ദേഹം എല്ലാം വളരെ കൃത്യമായി മറ്റുള്ളവരിലേക്ക് പ്രസരിപ്പിച്ചിട്ടാണ് കടന്നുപോയത്. പിന്നെ മറ്റ് സ്പോർട്ടിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നു സെയിം വിത്ത് ജോർദൻ, മൈക്കൽ ജോർദൻ ഗോട്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ ടെന്നീസ് പ്ലേയേഴ്സ് ഫെഡറർ, റാഫ, ജോക്കോവിച്ച്. ഞാൻ വിചാരിക്കുന്നത് ഈ 3 പേരും വളരെ ഹയസ്റ്റ് ലെവലിൽ കോമ്പീറ്റ് ചെയ്തിട്ടുണ്ട്, സാധാരണയുള്ളതിനേക്കാൾ ഹയസ്റ്റ് ലെവലിൽ. അങ്ങനെ ലോങ് ആയിട്ട് ബെസ്റ്റായിട്ട് നിൽക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഞാൻ കുറേ പ്രധാനപ്പെട്ട അത്ലറ്റ്സിൻ്റെ പേര് മറന്നുപോയി എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ പറഞ്ഞതിൽ പലരെയും വിട്ടുപോയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറയാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് ആളുകൾ, ഞാൻ ഇവരെ എന്തായാലും സ്റ്റിക്ക് ചെയ്യും. ഫെഡറർ, റാഫ, ജോക്കോവിച്ച് എന്നിവരെ. പിന്നെ ബാസ്കറ്റ് ബോളിലേക്ക് വരികയാണെങ്കിൽ ലിബ്രോൺ, അതുപോലെ സ്റ്റെഫാൻ കറി, അവർ ഞാൻ വളരെയധികം അഡ്മയർ ചെയ്ത കളിക്കാരാണ്. അവർ ഗെയിമിനെ നന്നായിട്ട് റീഡ് ചെയ്യുകയും കളിയെ മറ്റൊരു ലെവലിലേക്ക് അവരുടേതായിട്ടുള്ള മികവ് കൊണ്ട് ഉയർത്തിയിട്ടുള്ളവരുമാണ് എന്നാണിപ്പോൾ ലിയോ മെസ്സിയുടെ മറുപടി. അപ്പോൾ അദ്ദേഹം അല്ലേ ഗോട്ട് എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം ഒന്ന് ചിരിച്ചിട്ട് പറയുന്ന മറുപടിയാണ്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗ്രേറ്റസ്റ്റ് ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഐഡൽ എന്നൊക്കെ പറയുന്നത് മറഡോണയാണെന്ന്. നിങ്ങൾക്ക് ഇക്കാര്യത്തിലുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.